ഈഫൽ ടവർ. യെസ്, അങ്ങനെ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയാവുന്ന ഒരു മൊമെൻ്റ് ആണ് കേട്ടോ ഇത്. ഈഫൽ ടവറിൻ്റെ ഫസ്റ്റ് വ്യൂവും തൊട്ടടുത്തുള്ള സീൻ റിവറിലെ ബോട്ടിങ്ങൊക്കെ കണ്ട് നമ്മൾ ഈഫൽ ടവറിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ റോഡ് സൈഡിൻ്റെ എവിടെയെങ്കിലും ബസ് നിർത്തി ഇറങ്ങുന്നത് പോലെ ഇപ്പോൾ പോസിബിൾ അല്ല കേട്ടോ. ഡെഡിക്കേറ്റഡ് ബസ് ബേ ഓർ ബസ് പാർക്കിങ്ങിൽ മാത്രമേ പാസഞ്ചേഴ്സിനെ ഡീബോർഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മിനിമം 100 യൂറോസൊക്കെയാണ് ഫൈൻ എന്നാണ് പറഞ്ഞു കേട്ടത്. ബസ് പാർക്കിംഗ് അന്വേഷിച്ചുള്ള കറക്കം ഈഫൽ ടവറിൻ്റെ ചുറ്റുമുള്ള വ്യൂസൊക്കെ ബസ്സിലിരുന്നു കൊണ്ട് തന്നെ ആസ്വദിച്ചുകൊണ്ട് ഫൈനലി നമ്മൾ എൻട്രി പോയിന്റിലേക്ക് എത്തി. ഈഫൽ ടവറിൻ്റെ 3rd ലെവൽ എൻട്രി ടിക്കറ്റ് നമ്മളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ടിക്കറ്റ് ഇല്ലെങ്കിലും ഈഫൽ ടവറിൻ്റെ ചുറ്റും പോകണമെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് കംപ്ലീറ്റ് ചെയ്താലേ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഗ്രൂപ്പ് ടൂർസ് വരുന്ന ഫോറിനേഴ്സിൻ്റെ കൂടെ ഒരു ലോക്കൽ ഗൈഡ് അക്കമ്പനി ചെയ്യണമെന്ന് മാൻഡേറ്ററിയാണ്. ദാ ആ പോകുന്ന സർദാർജിയാണ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഗൈഡ്. ഈഫൽ ടവർ. I didn't thought it would be this bigger. This is humongous. Bigger than a plane. അങ്ങനെ ഫിസിക്കൽ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് 3rd ലെവലിലേക്ക് പോകാനുള്ള ലിഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.